നമസ്കാരം. സ്റ്റെതസ്കോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇൻ്റർവെൻഷണൽ റേഡിയോളജിയെക്കുറിച്ചാണ് ഈ ലക്കം സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതമാണ്. പക്ഷാഘാതം വന്നാൽ തലച്ചോറിൽ, ബ്രെയിനിൽ രക്തം കട്ടപിടിക്കുക, പിന്നീട് സർജറിയിലേക്ക് പോകുക. അതുപോലെ തന്നെയാണ് ഗർഭപാത്രത്തിൽ വരുന്ന ഫൈബ്രോയിഡ്, തൈറോയിഡ് മുഴകൾ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതിനെല്ലാം സർജറിയാണ് പലപ്പോഴും ആശ്രയിക്കാറ്. എന്നാൽ സർജറി കൂടാതെയുള്ള ചികിത്സയെയാണ് ഈ ലക്കം സ്റ്റെതസ്കോപ്പ് പരിചയപ്പെടുത്തുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ദിലീപ് കുമാറാണ്. വെൽക്കം സർ. സർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ സർജറി ഇല്ലാതെ എങ്ങനെയാണ് ഇത് ചികിത്സിക്കുന്നത് എന്നാണ്. എന്താണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി? ഇൻ്റർവെൻഷൻ റേഡിയോളജി ആക്ച്വലി റേഡിയോളജിന എന്താണ്, ഞങ്ങൾ സ്കാൻ ചെയ്യും, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും, എക്സ്റേ, CT, MRI, അങ്ങനെ നമുക്ക് സ്കാൻസ് ഉണ്ട്. അത് റേഡിയോളജിയാണ്. അതിൽ നമുക്ക് പ്രോബ്ലം എന്താണ് ഞങ്ങൾ ഫൈൻഡ് ചെയ്യാം, ബോഡിയിൽ എന്താ പ്രോബ്ലം ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യാം. ഇൻ്റർവെൻഷൻ റേഡിയോളജി 1 step ahead ഓഫ് റേഡിയോളജി. ഇതിൽ ഞങ്ങൾ ഇതേ സ്കാൻ ഉപയോഗിച്ച് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പേഷ്യൻറ്റ്. എവിടെ മോസ്റ്റ് ഓഫ് ദ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാ രക്തക്കുഴൽ സംബന്ധിച്ച പ്രോബ്ലംസാണ് ഉണ്ടാവും. ആ രക്തക്കുഴൽ സംബന്ധിച്ച പ്രോബ്ലംസ് ഞങ്ങൾ സർജറി ഇല്ലാത്ത സ്കാനോടെ സഹായത്തിൽ വിത്തൗട്ട് സർജറി ജസ്റ്റ് ബൈ ഇഞ്ചെക്ഷൻസ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇതാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി. ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, ഇപ്പം ശരീരത്തിലെ എല്ലാ രക്തക്കുഴലുകളിലും ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളുടെ എല്ലാ രക്തക്കുഴലും കണക്റ്റഡ് ആണ്. ഹാർട്ടൊക്കെ എല്ലാം കണക്റ്റഡ് ആണ്. കൈ ഈസ് കണക്റ്റഡ് ടു ദ ഹാർട്ട്, കാല കണക്ഷൻ ഉണ്ട്, കാലിൽ നിന്ന് ഡയറക്റ്റ് ബ്രെയിനും കണക്ഷൻ ഉണ്ട്. സോ ഞങ്ങൾ ഒരു ചെറിയ ഇഞ്ചക്ഷൻ തൊടയിലോ നരമ്പിലോ ഒരു ട്യൂബ് ഇട്ടിട്ടോ ഇല്ല കയ്യിലോ ഒരു ട്യൂബ് ഇട്ടിട്ടോ ഞങ്ങൾ എന്ത് സ്ഥലത്തേക്ക് വേണോ ഞങ്ങൾ എത്തിക്കാം, അവിടെ പോയി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. സോ ഇത് വളരെ പ്രിസൈസ് ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് ഒന്ന് പോകാം. നോർമലി ഇപ്പം നമുക്ക് എല്ലാവർക്കും പൊതുവെ ഇപ്പോൾ ആളുകളുടെ ഒരു യങ്സ്റ്റേഴ്സിന് വരെ കാണുന്നതാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത്. സ്ട്രോക്ക് വന്നാൽ സാധാരണ രീതിയിൽ ബ്രെയിനിൽ രക്തം കട്ട പിടിക്കും. അതിനെ തുടർന്ന് നമ്മൾ സർജറിയിലേക്ക് പോകും. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ത് റോളാണ് ഈ സ്ട്രോക്കിൽ വരുത്തുന്നത്? സ്ട്രോക്കിലെ 2 വിധമാണ് സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് രക്തക്കുഴൽ അടച്ചിട്ട് ഉണ്ടാകുന്ന രക്തക്കുഴൽ ബ്ലഡ് സപ്ലൈ കുറവായിട്ട് ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഇസ്കിമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് വേറെ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൽ ഒരു ഇന്നൊരു സ്ട്രോക്കാണ് ഹെമോറജിക് സ്ട്രോക്ക്. ഇതിൽ രക്തക്കുഴൽ പൊട്ടിയിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് വരുന്ന സ്ട്രോക്കാണ് ഹെമോറജിക് സ്ട്രോക്ക്. രണ്ടിലും സെയിം സിംറ്റംസ് ആണ്. ഒരു സൈഡ് കൈകാല തടന്നു പോകും, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, സംടൈംസ് പേഷ്യൻ്റ് കോൺഷ്യസ് കംപ്ലീറ്റ്ലി മാറിപ്പോകും. സോ ഇങ്ങനെ പേഷ്യൻ്റ് വരുമ്പോൾ ഞങ്ങൾ ഇസ്കിമിക് സ്ട്രോക്ക് ഇരിക്കുമ്പോൾ വലിയ രക്തക്കുഴൽ അടപ്പായിരിക്കുമ്പോൾ രക്തകട്ടി ഉണ്ടായിട്ട് ആ രക്തക്കുഴൽ ബ്ലോക്ക് ആയിരിക്കുമ്പോൾ ഞങ്ങൾ ചെറിയ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് വളരെ സ്പെഷ്യൽ ട്യൂബ്സ് പിന്നെ സ്റ്റെൻറ്റോടെ സഹായത്തിൽ ഞങ്ങൾ ആ രക്തക്കട്ടിയെ നമുക്ക് വലിച്ച് പുറത്തെടുക്കാൻ പറ്റും. പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് സപ്ലൈ തിരിച്ച് നോർമൽ സ്ഥിതിയെ പോലെ ഉണ്ടാവും. ഫസ്റ്റ് ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല, ബ്ലോക്ക് ഉണ്ടായാൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ സ്റ്റെൻറ്റ് ഇട്ടിട്ട് അന്ന് രക്തക്കട്ടി എടുത്ത് കഴിഞ്ഞ പിന്നെ ബ്ലഡ് സപ്ലൈ തിരിച്ച് തുടരും പേഷ്യൻറ്റിക്ക്. സോ പേഷ്യൻ്റെ കൈകാൽ തിരിച്ച് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് കിട്ടും. ആക്ച്വലി ഇതൊക്കെ പറയും മെക്കാനിക്കൽ ത്രോംബെക്ടമി. സോ ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വിതിൻ 6 hours ഹോസ്പിറ്റൽ എത്തണം. ദേ ഹാവ് ടു റീച്ച് ദ സ്ട്രോക്ക് റെഡി സെൻറ്റർ എന്ന് പറയും. എല്ലാ ഹോസ്പിറ്റൽ സ്ട്രോക്ക് റെഡി സെൻറ്റർ അല്ല. സോ ചില ഹോസ്പിറ്റൽ സ്ട്രോക്ക് റെഡി സെൻറ്റർ ഉണ്ടാവും, അവിടെ ന്യൂറോളജിസ്റ്റ് ഉണ്ടാവും, ന്യൂറോ സർജൻ ഉണ്ടാവും, ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ അതോടെ സ്റ്റാഫ്സ് ഉണ്ടാവും, സ്ട്രോക്ക് യൂണിറ്റിനവരുണ്ടാവും. ഒരു ടീം ഓഫ് ഫോം സ്ട്രോക്ക് യൂണിറ്റ് എന്ന് പറയും. സോ അങ്ങനെ അവിടെ പേഷ്യൻ്റ് വരുമ്പോൾ വിതിൻ 6 to 24 hours പേഷ്യൻ്റ് എത്തിയാൽ നമുക്ക് തിരിച്ച് പേഷ്യൻ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. സോ ഇത് പറയും മെക്കാനിക്കൽ ത്രോംബെക്ടമി. സോ പേഷ്യൻസ് ആർ ദേ ക്യാൻ ഗോ ബാക്ക് ടു ദർ നോർമൽ ലൈഫ്. സോ ഇതുപോലെ ആവശ്യം ഉണ്ടാകുന്ന പേഷ്യൻസിന് ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. സോ അവയർനെസ് വളരെ കുറവുണ്ട് നമ്മ പബ്ലിക്കിൽ. പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കിട്ടണം, ബട്ട് അവർക്ക് അറിയില്ല എവിടെ പോകണമെന്ന് അറിയില്ല. സോ ദിസ് ഇസ് ഇസ്കിമിക് സ്ട്രോക്ക് എന്ന് പറയും. സോ ട്രീറ്റ്മെൻറ്റ് ഇസ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. ಇನ್ನೊಂದು പറയും ഹിമോറജിക് സ്ട്രോക്ക്. ഹിമോറജിക് സ്ട്രോക്കിന ഇപ്പോൾ BP ഉണ്ടാകുന്ന പേഷ്യൻറ്റിൽ രക്തക്കുഴൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന രക്തക്കുഴൽ കുമ്ലമായിട്ട് മാറിയിട്ട്
പൊട്ടിയിട്ട് സഡൻലി രക്തസ്രാവമായിട്ട് സിവിയർ ഹെഡേക്ക് ആയിട്ട് വരും. പേഷ്യൻ്റ് അത് ലൈഫിൽ അങ്ങനെ ഹെഡേക്ക് എപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാതെ സംടൈംസ് ലോസ് ഓഫ് കോൺഷ്യസോടെ വരും. സോ അങ്ങനെ വരുമ്പോൾ പേഷ്യൻ്റ് നിങ്ങൾ CT സ്കാൻ ചെയ്യും, ആൻജിയോഗ്രാം ചെയ്തിട്ട് നോക്കും കുമ്പളം ഉണ്ടെന്ന്. സോ ഇങ്ങനെ ബ്രെയിനിലെ കുമ്പളം ഇരിക്കുമ്പോൾ 2 വിധமான ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒരു തല തുറന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്, അത് ന്യൂറോ സർജന്മാർ ചെയ്യും. അതിങ്ങനെ കുമ്പളം റൗണ്ടായിട്ട് ഇരിക്കുമ്പോൾ ക്ലിപ്പ് ഇടും, അവർ സർജന്മാർ ക്ലിപ്പ് ഇടും. സോ എങ്ങനെന്താ ചെയ്യുക, തൊടയിൽ ട്യൂബ് ഇട്ടിട്ട് ആ ട്യൂബ് ഡയറക്റ്റ്ലി ബ്രെയിനിലേക്ക് പോയിട്ട് ആ കുമ്പളത്തുക്കുള്ള ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് പിന്നെ സ്പ്രിങ് പോലെ പ്ലാറ്റിനം കോയിൽസ് ഉണ്ട്, നമ്മൾ സോഫ്റ്റ് കോയിൽസ് ഉണ്ട്. ആ സോഫ്റ്റ് കോയിൽസ് ആ കുമ്പളത്തുക്കുള്ള ഇട്ടിട്ട് ആ കുമ്പളത്തെ ഉള്ളേൻ്റെ അടിച്ച് കളയുമെങ്കിൽ സോ പുറത്ത് സർജറി ചെയ്യണമെന്ന് ആവശ്യമില്ല, ഉള്ളേൻ്റെ ചെയ്യും. സോ സക്സസ് ഇസ് വെരി ഹൈ, ഓൾമോസ്റ്റ് റിസ്ക് ഇസ് വെരി ലോ ഇൻ സച്ച് പേഷ്യൻസ്. മെയിൻലി ഫോർ ഏജ് ഓൾഡ് പേഷ്യൻസ്, 50-60 ഇയേഴ്സ് ആയിട്ടുണ്ട്, പേഷ്യൻസ് ഷുഗർ ഉണ്ട്, ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, അവർക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. സം പേഷ്യൻസ്ക്ക് സർജറി ചെയ്യണമെന്ന് ഇഷ്ടമല്ല ആക്ച്വലി. സോ ആ പേഷ്യൻസ് കൂടെ ഇങ്ങനെ ഈസി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. കോയിലിംഗ് എന്ന് പറയും, ദിസ് ഇസ് കോൾഡ് ആസ് കോയിലിംഗ്, ബ്രെയിൻ അന്യൂറിസം കോയിലിംഗ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ സ്ട്രോക്കിൻ്റെ കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹെവി ബ്ലീഡിങ് ഉണ്ടാവും, ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ അവർ പലപ്പോഴും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഫൈബ്രോയിഡ് ആയിരിക്കും. പൊതുവേ നോർമലി സ്ത്രീകളിൽ ഫൈബ്രോയിഡ് കാണും ചെയ്യാം. അപ്പോൾ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ സർജറിയിലേക്കാണ് പിന്നെ പോകുന്നത്. മാം, ഫൈബ്രോയിഡ് വളരെ കോമൺ ആണ് പ്രശ്നമാണ് സ്ത്രീകളിൽ. ബട്ട് ഇതെല്ലാം ക്യാൻസർ അല്ലാത്ത മുളകളാണ്, ഇത് ക്യാൻസർ അല്ല. സോ പേടിക്കണമെന്ന് ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ഫൈബ്രോയിഡ് എടുക്കണമെന്ന് ആവശ്യമില്ല, പുറത്തെടുക്കണമെന്ന് ആവശ്യമില്ല. സോ ഇതിലെ ഫൈബ്രോയിഡിൽ തന്നെ ഈ യൂട്രസ് കുറേ ബ്ലഡ് സപ്ലൈ കൂടുതലുണ്ടാവും ഈ ഫൈബ്രോയിഡിനാൽ. ആ ബ്ലഡ് സപ്ലൈ കൂടി വരുമ്പോൾ ആ ഫൈബ്രോയിഡ് അങ്ങനെ സൈസിൽ കൂടി പോകും. സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് യൂട്രൈൻ ആർട്ടറി എംബോലൈസേഷന് അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് ആണ്. ബട്ട് ഇത് ആക്ച്വലി 25-30 ഇയേഴ്സ് ഉണ്ട്, അവൈലബിൾ ഉണ്ട്. ഇവർ ഐ ആം ഡൂയിങ് സിൻസ് 11 ഇയേഴ്സ്. ബട്ട് ഇനി പീപ്പിൾക്ക് അവയർനെസ് ഇല്ല. സോ ഇതിൽ നമുക്ക് എന്താ ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഒരു ചെറിയ ഒരു ഇഞ്ചക്ഷൻ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഒരു ട്യൂബ് ഡയറക്ട്ലി ഇവിടെ നിന്ന് യൂട്രസിലേക്ക് പോകും. യൂട്രസിൽ സപ്ലൈ ചെയ്യാൻ രക്തക്കുഴലായിട്ട് ഒരു ട്യൂബ് ഇട്ടിട്ട് അതുക്കുള്ള മെഡിസിൻ ഇട്ടിട്ട് ആ മെഡിസിൻ ഡയറക്ട്ലി പോയി ഫൈബ്രോയിഡ് രക്തക്കുഴലെ ബ്ലോക്ക് ചെയ്യും. സോ അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഫൈബ്രോയിഡ്ക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത ആ ഫൈബ്രോയിഡ് ചുരുങ്ങ തുടങ്ങും. അങ്ങനെ ചുരുങ്ങുമ്പോൾ ഫൈബ്രോയിഡോടെ പ്രോബ്ലംസ് എല്ലാം പേഷ്യൻസിൽ ഇംപ്രൂവ് ആവും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ബ്ലീഡിങ് ഇംപ്രൂവ് ആവും, പിന്നെ പെയിൻ ഇംപ്രൂവ് ആവും. ഈവൻ സംടൈംസ് പേഷ്യൻസ്ക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും, ദേ ആർ നോട്ട് ഏബിൾ ടു കൺസീവ് പ്രോപ്പർലി ആൻഡ് മെയിൻറ്റെയിൻ ദ പ്രഗ്നൻസി, ദേ വിൽ ബി ഹാവിംഗ് റിപ്പീറ്റഡ് അബോർഷൻസ് ഈ ഫൈബ്രോയിഡിനാൽ. സോ എംബുലേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫൈബ്രോയിഡ് ചുരുങ്ങുമ്പോൾ യൂട്രസ് വിൽ ബിക്കം മോർ ഹെൽത്തി. സോ ഈവൻ pregnancy is also possible once we save the uterus. So uterine artery embolization ചെയ്യുമ്പോൾ compared to surgery ഇതിലെ മെയിൻ പ്രധാനപ്പെട്ടതെന്ന് യു ക്യാൻ സേവ് ദ യൂട്രസ്. ശരിക്കും പറഞ്ഞാൽ ഫൈബ്രോയിഡിലുള്ള ഗ്രോത്ത് കുറയ്ക്കും, നമ്മുടെ രക്തക്കുഴലുകളിലേക്കുള്ള രക്തപ്രവാഹം കൺട്രോൾ ചെയ്തിട്ട് അതിനെ കുറയ്ക്കും. ഇപ്പോൾ സ്ത്രീകളായ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവാണ്, ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സ്ത്രീകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പുരുഷന്മാരിലേക്ക് വരുമ്പോൾ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതല്ലേ? പ്രോസ്റ്റേറ്റിന്റെ വലിപ്പം കൂടുന്തോറും അവർക്ക് മൂത്ര തടസ്സം വരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു. അതിനുള്ള ചികിത്സ എന്താണ് മാം? പ്രോസ്റ്റേറ്റിലെ യൂഷ്വലി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്, ടേർപ്പിന് സർജറി ചെയ്യുമ്പോൾ അതിൽ ഡിവൈസ് പീനിസിലെ ഡിവൈസ് ഇട്ടിട്ട് ആ ടിഷ്യൂ സ്ക്രേപ്പ് ചെയ്തെടുക്കണം സർജറി ചെയ്തിട്ട്. ബട്ട് ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലെ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോലൈസേഷൻ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, വെരി വെൽ എസ്റ്റാബ്ലിഷ് ട്രീറ്റ്മെൻറ്റ്, ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് ദിസ് ഇസ് ഗോയിങ് ഓൺ. ഇതിൽ എന്താണ് സെയിം മാം, ഇപ്പോൾ യൂട്രസിലെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് ആ പ്രോസ്റ്റേറ്റ് രക്തക്കുഴൽ നമുക്ക് ബ്ലോക്ക് ചെയ്താൽ മതി, ആ എൻറ്റയർ പ്രോസ്റ്റേറ്റ് അങ്ങനെ ചെയ്യും. യൂഷ്വലി ഇത് മൂത്രാശയം, അത് താഴെ വരുമ്പോൾ പീനിസ് കണക്ട് ചെയ്ത ട്യൂബ് ഉണ്ടല്ലേ, അത് സുത്തി ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. സോ പ്രോസ്റ്റേറ്റ് ഇങ്ങനെ വളരുമ്പോൾ ഈ ട്യൂബ് ഉണ്ടല്ലേ പ്രസ്സായി പോകും. പ്രസ് ആകുമ്പോൾ യൂറിൻ ഈ മൂത്രാശയത്തിൽ നിന്ന് പുറത്ത് വരെ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇന്നാലെ പേഷ്യൻറ്റ്ക്ക് യൂറിൻ പോയാലും അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ, പിന്നെ ആ ഫ്ലോ ഉണ്ടല്ലേ സ്ലോ ഉണ്ടാവും. നൈറ്റ് അവർ ഉറങ്ങിയിരിക്കുമ്പോൾ അപ്പോൾ എന്തിക്ക വേണ്ടി വരും ഈ യൂറിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡിസ്റ്റർബ് സ്ലീപ്പ് ഉണ്ടാവും, അവരുടെ ലൈഫ് സ്റ്റൈൽ ഇസ് മെയിൻലി അഫക്റ്റഡ് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിനാൽ. സോ യൂഷ്വലി ഇങ്ങനെ ഇരിക്കുന്ന പേഷ്യൻസ് സ്കാൻ ചെയ്യും, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ അറിയും പ്രോസ്റ്റേറ്റ് കുറേ സൈസ് ഉണ്ട് അങ്ങനെ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോലൈസേഷൻ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് അറൌണ്ട് 2 hours എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെയ്തോടെ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആവും. പേഷ്യൻസ്ക്ക് യൂഷ്വലി 2 to 3 weeks അവർക്ക് സിംറ്റംസ് ഇംപ്രൂവ്മെൻറ്റ് വരും. സോ ഇത് ആക്ച്വലി ഇതോടെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബ്ലീഡിങ് ഇല്ല, നമുക്ക് സർജറി ചെയ്തിട്ട് ചെയ്തതില്ല, ഉള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ ബ്ലീഡിങ് പ്രശ്നമില്ല, ഇൻഫെക്ഷൻ ചാൻസ് കുറവാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ഇതുക്കും സർജറിക്ക് എന്നാന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എംബോലൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ചാൻസസ് ആർ വെരി ലെസ്
കമ്പയർഡ് ടു ടേർപ്പ് സർജറി. ടേർപ്പ് സർജറി ചെയ്യുമ്പോൾ യൂഷ്വലി സെമൻ ഉണ്ടല്ലേ, അത് തിരിച്ച് റിവേഴ്സ് ബ്ലാഡർക്കുള്ള മൂത്രാശയത്തിക്കുള്ള പോരാ ചാൻസസ് ഉണ്ട്. ബട്ട് ഇതിൽ എന്താ പ്രശ്നമില്ല. സോ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഇസ് ലീസ്റ്റ് ഇൻ പ്രോസ്റ്റേറ്റ് എംബോലൈസേഷൻ കമ്പയർഡ് ടു സർജറി. ഇത്തരം എംബോലൈസേഷൻ ചെയ്യുമ്പോൾ ഏജ് പ്രധാന ഘടകമാണോ? ആക്ച്വലി കെയിം ടു അഡ്രസ് ദ പീപ്പിൾ ഹു ആർ ഏജ്ഡ്, എൽഡർലി. ഇതിനാ this did not come as a competition for surgery. So this mainly came to help the people who are not candidates for surgery. The patient surgery ചെയ്യാൻ പറ്റില്ല. So in the patient heart problem ഉണ്ട്, സർജറി ചെയ്യാൻ ഹൈ റിസ്ക്, അനസ്തീഷ്യ തര ഹൈ റിസ്ക് ആണ്, പിന്നെ കുറേ മെഡിസിൻ എടുക്കാൻ പറ്റില്ല പേഷ്യൻറ്റിക്ക്, കുറേ പ്രോബ്ലംസ് ഉണ്ട്. Patient is all they are like bedridden and all those people, and those are aged patients. Age is not a criteria when you are going to interventional radiology. ഞാൻ സ്ട്രോക്ക് പേഷ്യന്റ് ഈവൻ 90 years സ്ട്രോക്ക് പേഷ്യന്റിലെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് തിരിച്ച് റിവേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ക്യാൻസറിന്റെ സാധ്യതകൾ എന്താ? ഇന്റർവെൻഷണൽ ഓങ്കോളജി എന്ന് പറയും. ഇത് ക്യാൻസറിലെ ഇന്റർവെൻഷൻ റേഡിയോളജി കൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇതായിട്ടുണ്ട്. മെയിൻലി ലിവർ ക്യാൻസേഴ്സ് പറയുമ്പോൾ, ലിവർ ക്യാൻസേഴ്സ് ഒരു ചെറിയ ലിവർ ക്യാൻസേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സ്കാനോടെ സാറ്റിൽ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് ഡയറക്റ്റ്ലി அந்த നീഡിൽ ആ ട്യൂമർക്കുள்ளே ഏറ്റിട്ട് ആ നീഡിൽ ടിപ്പിൽ ഹീറ്റ് എനർജി ഡെലിവറി ചെയ്യും. ഹീറ്റ് ഡെലിവറി ചെയ്യുക, ഇല്ല കോൾഡ് ടെമ്പറേച്ചർ ഡെലിവറി ചെയ്യുക. സോ ആ ഹീറ്റിന് മൈക്രോവേവ് അബ്ലേഷൻ, ഇല്ല RF അബ്ലേഷൻ പ്രോബ് എന്ന് പറയും. സോ അങ്ങനെ ഇട്ടിട്ട് ഹീറ്റ് ഡെലിവറി ചെയ്തിട്ട് ആ എൻറ്റയർ ട്യൂമറെ കരച്ച് കളയാൻ പറ്റും. സോ ദിസ് ഇസ് കോൾഡ് ആസ് ട്യൂമർ അബ്ലേഷൻ. ലിവർ ട്യൂമർ അബ്ലേഷൻ നമുക്ക് ചെയ്യാം. ഇതേപോലെ ലിവർ ട്യൂമർ കുറച്ച് സൈസ് കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ പോയിട്ട് ഈ ക്യാൻസർ മെഡിസിൻസ് ഉണ്ടല്ലേ, ഈ നരമ്പ് വഴിയെ പോയിട്ട് ആ ബ്ലഡ് സപ്ലൈ ചെയ്ത രക്തക്കുഴൽ, ട്യൂമർ സപ്ലൈ ചെയ്ത രക്തക്കുഴലിൽ മെഡിസിൻ ഡയറക്റ്റ്ലി ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ ക്യാൻസർ സെൽസ് വിൽ ബി കിൽഡ് ബൈ ദിസ് മെഡിസിൻസ് ഡയറക്റ്റ്ലി. സോ ഈ മെഡിസിൻസ് നമുക്ക് സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് ഇതിൽ. ഇതിനാ യു ആർ ഡയറക്റ്റ്ലി ഇഞ്ചെക്ടിങ് ദ മെഡിസിൻ ഇൻ ടു ദ ട്യൂമർ. സോ ലിവറിലെ ക്യാൻസേഴ്സ് എടുക്കുമ്പോൾ മൈക്രോവേവ് ഓർ RF അബ്ലേഷൻ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, കരച്ച് കളയുന്ന ട്രീറ്റ്മെൻറ്റ്. ഇന്നൊരു ഉള്ളിൽ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ ട്യൂമർ ചുരുങ്ങ വെക്കുന്ന പരിപാടിയാണ് ട്രാൻസ് ആർട്ടറിയൽ കീമോ എംബോലൈസേഷൻ ഓർ ടേസ് എന്ന് പറയും. ഇതേപോലെ ട്യൂമർ വേറെ സ്ഥലത്ത് എടുക്കുമ്പോൾ ലിവർ അല്ലാതെ മറ്റു സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ലീഷൻസ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാൻസറിലെ സാധ്യതകൾ വരെ ഇപ്പം പറഞ്ഞു. സ്ത്രീകളിൽ കാണുന്ന മറ്റൊന്നാണ് തൈറോയിഡ് അല്ലേ? തൈറോയിഡിന്റെ ഗ്രോത്ത് പല സ്റ്റേജുകളിലായിരിക്കും. തൈറോയിഡിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? മാം തൈറോയിഡിലെയും ഓൾമോസ്റ്റ് ഫൈബ്രോയിഡ് പോലെ ആക്ച്വലി. ബട്ട് തൈറോയിഡിലെ 90% ഓഫ് ദ തൈറോയിഡ് മുളകളുണ്ടല്ലേ, അത് ക്യാൻസർ അല്ല. 10% ഇരിക്കുന്ന ചാൻസസ് ഉണ്ട്, ക്യാൻസർ ഇരിക്കുന്ന ചാൻസസ് ഉണ്ട്. നമുക്ക് തൈറോയിഡ് മുളകളോടെ വர പേഷ്യൻസ് ഫസ്റ്റ് നമുക്ക് പ്രധാനപ്പെട്ട ചെറുത് ഹാർമോൺ ഇവാലുവേഷൻ ചെയ്യും. T3, T4, TSH ഹാർമോൺ ഇവാലുവേഷൻ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കാൻ ഒക്കെ ഇട്ട് തൈറോയിഡ് മുള വെക്കുമ്പോൾ അത് നമുക്ക് FNAC ചെയ്യണം. ചെറിയ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് ഒരു സാമ്പിൾ എടുത്തിട്ട് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ബട്ട് 90% ഓഫ് ദ തൈറോയിഡ് ലംസ് ഉണ്ടല്ലേ, അത് ക്യാൻസർ അല്ലാത്ത മുളകളാണ്. സോ ഇത് നമുക്ക് ഡയഗ്നോസിസ് ആയി. ക്യാൻസറിന് വന്നിട്ടോ സോ നമുക്ക് സർജറി ഇതാ ചെയ്യണം. ഇപ്പോൾ ക്യാൻസർ അല്ലേന്ന് വர ചാൻസസ് 90% ഉണ്ട്. അങ്ങനത്തെ പേഷ്യൻസിലെ സർജറിയെ ഒരു ഓപ്ഷൻ അല്ല. ദർ ഇസ് വൺ മോർ ഓപ്ഷൻ കോൾഡ് അബ്ലേഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഡയറക്റ്റ്ലി നീഡിൽ ഇട്ടിട്ട് സ്കാനറുടെ സൈഡിൽ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് ആ കട്ടിയെ നമുക്ക് കരച്ച് കളയാൻ പറ്റും ഇങ്ങനെ ഇഞ്ചക്ഷൻ ഇട്ടിട്ട്. സോ അത് പറയും അബ്ലേഷൻ ഓഫ് തൈറോയിഡ് നോഡ്യൂൾ എന്ന് പറയും. ഇതൊന്ന് എംബോലൈസേഷൻ. ഇപ്പോൾ യൂട്രനായിട്ട് എംബോലൈസേഷൻ ചെയ്തല്ലേ, രക്തക്കുഴൽ ബ്ലോക്ക് ചെയ്ത പോലെ, അതേപോലെ തൈറോയിഡ് മുളക്ക് സപ്ലൈ ചെയ്ത രക്തക്കുഴൽ നിങ്ങൾ ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് ആ രക്തക്കുഴൽ ബ്ലോക്ക് ചെയ്താൽ ആ എൻറ്റയർ തൈറോയിഡ് മുഴ ഉണ്ടല്ലോ അങ്ങനെ ചുരുങ്ങിപ്പോകും. സോ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ അഡ്വാൻറ്റേജസ് എന്നാ, മോസ്റ്റ് ഓഫ് ടൈം നമുക്ക് അബ്ലേഷനെല്ലാം ചെയ്യുമ്പോൾ 2 hours ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു 40 minutes ഉണ്ടാവും. 2 hours ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുക. അനസ്തീഷ്യ വേണ്ട, ബ്ലഡ് ലോസ് ഇല്ല. നെക്സ്റ്റ് ഡേ ഈ എംബോലേഷൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആണ്. യൂഷ്വലി വോയിസോടെ പ്രശ്നം ഇത് ഉണ്ടാകുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഹാർമോൺസ്, ഇപ്പോൾ നമുക്ക് തൈറോയിഡ് കംപ്ലീറ്റ്ലി ഒരാളുടെ കംപ്ലീറ്റ്ലി തൈറോയിഡ് എടുത്ത് കളയുമ്പോൾ സർജറി ചെയ്തിട്ട് ആ പേഷ്യൻറ്റിക്ക് ലൈഫ് ലോങ് തൈറോയിഡ് മെഡിക്കേഷൻസ് എടുക്കാൻ വേണ്ടി വരും, കാൽഷ്യം മെഡിസിൻസ് എടുക്കാൻ വേണ്ടി വരും. ബട്ട് എംബോലൈസേഷനോ ഇല്ല അബ്ലേഷനോ ചെയ്യുമ്പോൾ ഈ തൈറോയിഡ് അങ്ങനെ ഉണ്ടാവും. എങ്കിൽ വെറും എന്താ നോഡ്യൂലെ കരച്ച് കളയും. ബട്ട് സുത്തിരിക്കുന്ന തൈറോയിഡ് അങ്ങനെ ഉണ്ടാവും. സോ ടൈം പോക ആ നോർമൽ തൈറോയിഡ് ടിഷ്യൂ അങ്ങനെ പ്രിസർവ് ഉണ്ടാവും. സോ ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ് ആണ്. എങ്കിൽ എന്താണ് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ വി ആർ ട്രൈങ് ടു സേവ്
organs as much as possible. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതാണ് വെരിക്കോസ് വെയിൻ അല്ലേ? Yes ma'am, വെരിക്കോസ് വെയിനും ഇത്തരത്തിൽ എന്താണ് ചെയ്യുന്നത്? വെരിക്കോസ് വെയിൻ ഇത് കുറേ ആൾക്കാർ നിന്നിട്ട് ജോലി ചെയ്ത ആൾക്കാരിലെ കുറേ ആൾക്കാരിലെ വെരിക്കോസ് വെയിൻ വരുന്നുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ടൈം വെരിക്കോസ് വെയിനിൽ ഇത് തിക്കൻഡ് വെയിൻസ് എൻലാർജ് വെയിൻസ് ഉണ്ടാവും കാലിൽ. ബട്ട് ഈ പേഷ്യൻസ് എല്ലാം ഇത് ഡിലേ ചെയ്യും. ദേ വിൽ ബി ലിറ്റിൽ കെയർലെസ്. ഇതിന് വെരിക്കോസ് വെയിനിൽ അത്ര പ്രശ്നം ഉണ്ടാകുന്നില്ല ആക്ച്വലി. ബട്ട് ടൈം പോക ആക്ച്വലി വേദന വരും, നീർ കൂടും, സംടൈംസ് പൊട്ടിട്ട് അൾസർ മുറി പോലെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. സോ അപ്പോൾ പേഷ്യൻ്റ് നമുക്ക് എത്തും ആക്ച്വലി. ബട്ട് മോസ്റ്റ് ഓഫ് ടൈം അങ്ങനെ വര മുൻപേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. യൂഷ്വലി ലേസറോടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല RF അബ്ലേഷനോടെ നമുക്ക് ഈ അബ്നോർമൽ വെയിനെ നമുക്ക് കരച്ച് കളയാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം പുതിയ ട്രീറ്റ്മെൻ്റ് ആണ് വീനാസിൽ ട്രീറ്റ്മെൻറ്റ് ഓർ മെഡിക്കൽ ഗ്ലൂ തെറപ്പി എന്ന് പറയും. ഈ വെയിൻ വലിയ ആയ ഇത് അബ്നോർമൽ വെയിൻ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാൽ മതി, അതങ്ങനെ ബ്ലോക്ക് ആയി പോകും. ആൻഡ് പേഷ്യൻറ്റ് വിൽ വെരി ഈസി വി ക്യാൻ ഡിസ്ചാർജ് വിതിൻ 4-5 hours എങ്കിൽ ഡിസ്ചാർജ് ചെയ്തരും പേഷ്യൻസ്. പുരുഷന്മാരിലെ ഇന്നൊരു പ്രശ്നം തന്നെ വെരിക്കോസ് സീലിന് ഒരു പ്രശ്നമുണ്ട്. അത് പ്രധാനപ്പെട്ടിട്ട് മെയിൻലി പുരുഷന്മാരിലെ പ്രശ്നമാവും. ആക്ച്വലി സ്ക്രോട്ടമിൽ ഈ വെയിൻസ് ഒരു വേംസ് പോലെ ഒരു കുറേ വെയിൻസ് ഉണ്ടാവും. സോ ഈ വെയിൻസിനാലെ പേഷ്യൻസിന് വേദനയും വലിക്കുന്ന പോലെ ഒരു ഫീലിങ്ങും പിന്നെ സംടൈംസ് ഇൻഫെർട്ടിലിറ്റി കൺസീവ് മീൻസ് സ്പേം പ്രൊഡക്ഷൻ കൂടെ കുറവാറ് ചാൻസസ് ഉണ്ട് ഈ വെരിക്കോസീലിനാണ്. സോ ഈ വെരിക്കോസീലിനാല് യൂഷ്വലി ട്രീറ്റ്മെന്റ് ആണ് സർജറി ചെയ്തിട്ട് ആ വെരിക്കോസീൽ എടുത്ത് കളയും. എങ്ങനെ എന്താ ചെയ്യുക, വെരിക്കോസീൽ എംബോലൈസേഷൻ ചെയ്യാം. സെയിം ഗ്രോയിനിൽ തൊടയിൽ ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് ആ വെരിക്കോസീൽ ചെയ്ത രക്തക്കുഴൽ എങ്ങനെ അടിച്ച് കളയാം. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളതും ഡയബറ്റിക് പേഷ്യൻസ്. അപ്പോൾ ഡയബറ്റിക് ഫുട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഡയബറ്റിക് ഫുട്ടായിട്ട് കാലിൽ വ്രണം വരുന്നു, മുറിച്ച് കളയേണ്ടി വരുന്നു, പല കേസുകളും അങ്ങനെ വരുന്നുണ്ട്. അത്തരം കേസുകളിൽ എങ്ങനെയാണ് ഇതിൻ്റെ റോള്? മാം ആക്ച്വലി ഈ മുറി വരത് ഇല്ല അത് അങ്ങനെ ഗാംഗ്രീൻ ആയിട്ട് പോകുന്നത് ഇത് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ദ റീസൺ ഇസ് ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതാണ് ഇങ്ങനെ ആറത്. ആക്ച്വലി ഞങ്ങളുടെ നോർമൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ നല്ലതായിട്ട് ഡെലിവർ ആകുമ്പോൾ ആ ടിഷ്യൂ ഹീൽ ആകാൻ ചാൻസസ് ബെറ്റർ ആണ്. സോ ഇങ്ങനെ ഇരിക്കുന്ന പേഷ്യൻറ്റിലെ നമുക്ക് ജസ്റ്റ് ഒരു ആൻജിയോഗ്രാം ചെയ്തിട്ട് കാലൊക്കെ ആൻജിയോഗ്രാം ചെയ്തിട്ട് നോക്കും എത്ര ബ്ലോക്ക് ഉണ്ട്, എവിടെ ബ്ലോക്ക് ഉണ്ട്. മുട്ടിക്ക് താഴെ മുട്ടിക്ക് മുകളിൽ ഒരു രക്തക്കുഴൽ ഇങ്ങനെ ഉണ്ടാവും, മുട്ടിക്ക് താഴെ 3 രക്തക്കുഴൽ ഉണ്ടാവും. സോ അതിൽ നമുക്ക് എവിടെ ബ്ലോക്ക് ഉണ്ട് ആൻജിയോഗ്രാം നോക്കുമ്പോൾ അറിയും. പിന്നെ നമുക്ക് സ്പെഷ്യൽ ബലൂൺ സ്റ്റെൻറ്റ് വെച്ചിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. പിന്നെ നോർമൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ഡാമേജ്ഡ് കാലക്ക് തിരിച്ച് ബ്ലഡ് സപ്ലൈ ഉണ്ടാകുമ്പോൾ ഹീലിംഗ് ചാൻസസ് ബെറ്റർ ആണ്. സോ അപ്പോൾ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഫാസ്റ്റാக ഹീലായിട്ട് വരും. സോ ഇതാണ് ട്രീറ്റ്മെൻ്റ് ആണ് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി. ഡയബറ്റിക് ഫുട്ടിലെയും ഇല്ല സ്മോക്കേഴ്സിലെ കാല് വ്രണമായിട്ട് വരുമ്പോൾ ഇല്ല സിവിയർ പെയിൻ ആയിട്ട് ചില ആൾക്കാർ നടക്കുമ്പോൾ പെയിൻ വരും. ചില ആൾക്കാർ 100 മീറ്റർ നടക്കുമ്പോൾ അവർക്ക് ഇവിടെ കാല് സ്റ്റിഫ്നെസ് വരും, അവർ നടക്കാൻ പറ്റില്ല. അപ്പോൾ അവർ റെസ്റ്റ് എടുത്ത് തന്നെ നടക്കണം. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് ബ്ലഡ് സപ്ലൈ അത്ര നല്ലതായിരുന്നു കാലക്ക്. സോ അത് അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ശരിക്കും ഒരു ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ആ രക്തക്കുഴലിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് ഉണ്ടാക്കി കൊടുക്കും. ആൻജിയോപ്ലാസ്റ്റി സിമ്പിൾ പ്രൊസീജിയർ ആണ് മാം. ഇല്ല ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി വരും, വലിയ ബൈപ്പാസ് സർജറി ചെയ്യാൻ വേണ്ടി വരും. ആൻജിയോപ്ലാസ്റ്റി ഇസ് വെരി സിമ്പിൾ ഫോർ പേഷ്യൻസ് മാം. ഈ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് മുട്ടിന് വരുന്ന പ്രശ്നങ്ങൾ അല്ലേ? മുട്ട് തേയ്മാനം എന്ന് പറയുന്നത്. മുട്ട് തേയ്മാനം വരുമ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ റീപ്ലേസ്മെന്റ് സർജറിയാണ് അല്ലേ? അവിടെയും എംബോളൈസേഷൻ സാധ്യതയുണ്ടോ? മുട്ട് തേയ്മാനം വരുമ്പോൾ യൂഷ്വലി നീ റീപ്ലേസ്മെന്റ് ഇല്ല മാക്സിമം മെഡിസിൻസ് പെയിൻ കില്ലർ മെഡിസിൻസ് വരും. പിന്നെ ഒരു സ്റ്റേജ് പോയാൽ പിന്നെ നീ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് ആണ്. ഇത് നമുക്ക് ഇന്റർവെൻഷൻ റേഡിയോളജി എങ്ങനെ ഹെൽപ്പ് ചെയ്യണം? ജെനിക്കുലേറ്റ് ആർട്ടറി എംബോലൈസേഷൻ ഒരു പരിപാടിയുണ്ട്. ആക്ച്വലി മുട്ടി തേയ്മാനം ആകുമ്പോൾ അവിടെ ഒരു ടിഷ്യൂ ഡെവലപ്പ് ആവും. ആ ടിഷ്യൂ ഡെവലപ്പ് ആകുമ്പോൾ അവിടെ കുറേ രക്തക്കുഴൽ ഉണ്ടാവും. ആ ടിഷ്യൂല് എത്ര രക്തക്കുഴൽ ഉണ്ടാവുന്ന ദാറ്റ് ഈസ് എ മേജർ കോസ് ഫോർ പെയിൻ പ്രൊഡക്ഷൻ. സോ അതിൽ നിന്ന് കുറേ ഫാക്ടർസ് റിലീസ് ആവും, ബ്ലഡിലെ കെമിക്കൽസ് റിലീസ് ആവും. ഈ കെമിക്കൽസ് தான் അവിടെ പെയിൻ ഉണ്ടാക്കും. സോ എങ്ങനെ ഇന്റർവെൻഷൻ റേഡിയോളജി എന്താ ചെയ്യുക? സെയിം ആൻജിയോഗ്രാം ചെയ്തിട്ട് ഒരു ചെറിയ രക്തക്കുഴൽ ആ രക്തക്കുഴൽക്കുള്ള ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് ആ ടിഷ്യൂ ഉണ്ടല്ലേ, അബ്നോർമൽ ടിഷ്യൂ രക്തക്കുഴൽ കൂടുതൽ ഇരിക്കുന്ന ടിഷ്യൂ നമുക്ക് ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ അവിടെ അന്ത കെമിക്കൽ ജനറേഷൻ കുറവാകും. സോ അങ്ങനെ ആകുമ്പോൾ വേദന കുറവായിട്ട് പോകും. അങ്ങനെ വേദന കുറവാകുമ്പോൾ നമുക്ക് മെഡിസിൻസ് ഇത്ര വേണമെന്ന് ഇരിക്കുന്ന മെഡിസിൻസ് ഇത്ര ആവും. മീൻസ് അത്ര ഡിക്രീസ് ആവും. മെഡിസിൻസ് റിക്വയർമെൻറ്റ് വളരെ കുറവാകും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം. ചില പേഷ്യൻസ് നീ റീപ്ലേസ്മെന്റ് കൂടെ അവോയ്ഡ് ചെയ്യാം ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും. പക്ഷേ ഇപ്പം മുട്ട് തേയ്മാനത്തിന്റെ കാര്യം പറയുമ്പോൾ ഗ്രേഡ് 3-4 ആണെങ്കിൽ സർജറി തന്നെ മസ്റ്റ് എന്ന് പറയണ്ടല്ലോ, അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നോട്ട് ഓൾ പേഷ്യൻസ്, എല്ലാ പേഷ്യൻറ്റും സർജറി ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ദെയർ ജനറൽ കണ്ടീഷൻ അനസ്തീസിയ ചെയ്യാൻ പറ്റില്ല. വേറെ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ട്, വേറെ അത്ര
കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ പേഷ്യൻസിന് നമുക്ക് ജെനിക്കുലർ ആർട്ടറി എംബുലേഷൻ സുഖമായിട്ട് ചെയ്യാം. ആൻഡ് റിക്കവറി ഈസ് ഓൾസോ വെരി ഫാസ്റ്റ്. ചെയ്ത ശേഷം നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആണ്. ജസ്റ്റ് ഇത് ചെയ്തത് വന്നാറാവും അത്ര. So genicular artery embolization is like a very useful tool unless they use it in proper patients. So patients ingana undenu manasilakkittu vanda namukku ingana options kuda undu, but they have to reach interventional radiology to get all these options. Innoru life threatening problem aanu aortic aneurysm. Ee heart la inda vara mahadhamani undalle, wire pora mahadhamani വെൽതായിട്ട് അങ്ങനെ പൊട്ടിപ്പോവും. സോ അങ്ങനെ പൊട്ടിപ്പോற ആൾക്കാരിൽ മോർട്ടാലിറ്റി റേറ്റ് വെരി ഹൈ ആണ്. പേഷ്യൻറ്റ് മറിച്ച് പോகிற ചാൻസസ് വെരി ഹൈ ആണ് அந்த പേഷ്യൻറ്റിൽ. ஸோ അങ്ങനെ നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് ഒരു സ്റ്റെൻറ്റ് ഗ്രാഫ്റ്റ്னு ஒரு ഇതുണ്ട്. ஸோ அந்த டியூப் അവിടെ വെച്ചിട്ട് ഉള്ളിൻ്റെ அந்த ട്യൂബ് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇത് പറയും EVAR, എൻഡോവാസ്കുലർ അയോട്ടിക് റിപ്പയറിനെ പറയും. ഇത് യൂഷ്വലി വലിയ സർജറി ഇല്ലാത്ത ഇഞ്ചെക്ഷൻ വഴിയാവേ നമുക്ക് ചെയ്യാൻ പറ്റും. ത്രൂ ഗ്രോയിൻസിലേന്ന് ട്യൂബ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പറയും എൻഡോവാസ്കുലർ അയോട്ടിക് റിപ്പയർ ഫോർ അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം. ഇപ്പോൾ നമ്മൾ ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും ഇതിൽ ഓപ്ഷൻ അറിയാത്തത് കൊണ്ടായിരിക്കും. അവർക്ക് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയെ കുറിച്ച് അറിയില്ല, എംബോളൈസേഷനെ കുറിച്ച് അറിയില്ല, സർജറി മാത്രമാണെന്ന് പറയുമ്പോൾ പേടിയായിരിക്കും അല്ലേ. ആളുകളെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം അവയർനെസ് കുറവാണ് മാം. സോ വി കാൺ ബ്ലെയിം എനി വൺ ആക്ച്വലി. ഇറ്റ്സ് എ ന്യൂലി ഡെവലപ്പിംഗ് ഫീൽഡാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പേഷ്യൻസ്ക്ക് ഇത് റിക്വയർമെൻറ്റ് ഉണ്ട്, അത്യാവശ്യം ഉണ്ട് ആക്ച്വലി. സോ ഞാൻ എന്നാ പറയും, ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ ഞങ്ങൾക്ക് മെജോറിറ്റിയിൽ ഓർഗൻസ് നമുക്ക് സേവ് ചെയ്യാം, അവരുടെ ഓർഗൻസ് സേവ് ചെയ്യാം. സോ നിങ്ങൾ പേഷ്യൻസ്ക്ക് ആക്ച്വലി നിങ്ങൾ ഏതാவது ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഡോക്ടറായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഡോക്ടറായിട്ട് ചോദിക്കുക, ഇങ്ങനെ പ്രശ്നത്തിക്ക് ഏതാவது സർജറി ഇല്ലാത്ത ഓപ്ഷൻസ് ഉണ്ടോ. So you can ask the doctor. Doctors will definitely tell you, എന്ത് ഓപ്ഷൻ എന്തായാലും doctors definitely tell you, but you need to ask. എനിവേ താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു അല്ലേ. ആളുകളുടെ അവയർനെസ്സിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഇപ്പോൾ ഈ എപ്പിസോഡിൽ തന്നെ ഈ രോഗങ്ങളെക്കുറിച്ച്, തൈറോയിഡ് മുതൽ ഫൈബ്രോയിഡ്, ഒരുപാട് രോഗങ്ങളിൽ എത്ര പെട്ടെന്ന് സർജറി ഇല്ലാതെ നമുക്ക് ചികിത്സിക്കാമെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.